അപ്പോൾ ഗൈസ് ചെറിയൊരു പണി കിട്ടി. ടയർ ചെറുതായിട്ടൊന്ന് പഞ്ചറായി. വിക്ടേഴ്സിൻ്റെ ആണ്. അതായത് ഗുഡ്ഇയറിൻ്റെ ട്രിപ്പിൾ അഷുറൻസ് ടയറാണ്. ടയറിൻ്റെ പ്രോബ്ലം കൊണ്ടല്ല, അത് സ്ലാബിൽ ചെറുതായിട്ടൊന്ന് തട്ടിയതാണ്. സ്ലാബ് ഇച്ചിരി ഷാർപ്പായിരുന്നു. അപ്പോൾ ചെറിയൊരു ഹെയർ ലൈൻ പോലൊരു ക്രാക്ക് വീണു. അപ്പോൾ ടയർ പെട്ടെന്ന് പഞ്ചറായിപ്പോയി. നമ്മൾ അറിഞ്ഞുമില്ല, രാത്രിയാണ് നോക്കിയത്. അപ്പോൾ ഞങ്ങൾ ടയറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് സ്റ്റെപ്പിനി ടയർ വിട്ടു. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം ഗ്ലോബൽ ടയേഴ്സിൽ പോയി. അത് മരടിലാണ് ഈ ഷോപ്പ് വരുന്നത്. നമ്മുടെ റോയൽ ഡ്രൈവ് ഒക്കെ ഇല്ലേ, അതിന് തൊട്ടടുത്തായിട്ട് വരും. റോയൽ ഡ്രൈവിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടു. ഓക്കെ, ഇഷ്ടംപോലെ നല്ല അടിപൊളി വണ്ടികളുണ്ട് അവിടെ. അപ്പോൾ അവിടെ ലീനിയ അലൈൻമെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്പെയർ ടയർ ഇതാണ് വരുന്നത്. 1 ഇഞ്ച് കുറവാണ് സൈസ്. എനിക്ക് തോന്നുന്നു 15 ഇഞ്ച് എന്തോ ആണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ പഴയ വണ്ടികൾ പോലെ നമുക്ക് സ്റ്റെപ്നി ടയർ ഇട്ട് അങ്ങനെ ഓടിക്കാൻ പറ്റത്തില്ല. നമ്മളത് ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി വെളിയിൽ കിടപ്പുണ്ട്. നമുക്ക് ടയറിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിച്ച് അതൊന്ന് സെറ്റാക്കാൻ തിരിച്ച്. അപ്പം എൻ്റെ അകത്ത് കയറി ഇഷ്ടം പോലെ അലോയ് റിംസ് കണ്ടു. എല്ലാം നല്ല അടിപൊളി റിംസ്. അപ്പം എന്തായാലും നമ്മളിപ്പോൾ എന്തായാലും റിംസ് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഡിസ്റ്റിൻ്റെ ഒരു ലോഞ്ച് ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം വണ്ടി റിപ്പയർ ചെയ്യുന്ന ടൈമിൽ. സോ ഈ റിംസ് കണ്ടില്ലേ, എന്തൊക്കെ സൈസുകളിൽ ഏതൊക്കെ ഡിസൈൻസാണുള്ളത്, അടിപൊളി. അപ്പോൾ എന്തായാലും നമുക്ക് ടയർ സെറ്റ് ചെയ്ത് നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ടയറായിട്ടല്ലേ മാറ്റാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഗുഡിയറിൻ്റെ തന്നെ സെയിം ടയർ തന്നെ എടുത്തു. എന്തായാലും ടയർ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ മാനുഫാക്ചറിംഗ് ചെയ്ത് നോക്കുക. ടയറിൻ്റെ സ്പീഡ് നോക്കുക. സ്പീഡ് ഞാൻ ഉദ്ദേശിച്ച് എത്ര സ്പീഡ് വരെ പോകാൻ പറ്റും എന്നുള്ളത് നോക്കുക. പിന്നെ ഉള്ളത് ടയർ സൈസ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ ഡേറ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 0304 എന്നാണ് ഒരു ഡേറ്റ് എങ്കിൽ 3rd വീക്ക് ഓഫ് ദി ഇയർ, പിന്നെ 04 എന്ന് പറയുന്നത് 2004. അങ്ങനെയാണ് ടയറിൻ്റെ ഡേറ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടയർ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ മാക്സിമം ഇഷ്യൂസ് ഇല്ലാണ്ടിരിക്കും. ഇവിടെ ബൈക്ക് ടയേഴ്സും മറ്റ് ടയേഴ്സും എല്ലാം അവൈലബിൾ ആണ്. എല്ലാ ബ്രാൻഡ്സിൻ്റെ എനിക്കിവിടെ കാണാൻ സാധിച്ചു. ലൈക്ക് അപ്പോളോ, ഗുഡിയർ, ഡിസ്റ്റീന്, ബ്രിഡ്സ്റ്റോൺ എല്ലാം ഉണ്ടായിരുന്നു. സോ നമ്മൾ ടയർ ചേഞ്ച് ചെയ്യാണ്. സ്പെയർ ടയർ അല്ലാതെ സ്റ്റെപ്നി ടയർ ആദ്യമേ ചേഞ്ച് ചെയ്യുന്നു. അത് ഊരിയതിന് ശേഷം പിന്നെ നമ്മുടെ മെയിൻ അലോയിലേക്ക് നമ്മുടെ പുതിയ ടയർ ഇടുന്നു. ഇത് ടയർ ഒന്ന് സെറ്റ് ചെയ്യാണ്. എയർ പ്രഷർ ചെക്ക് ചെയ്തു, അത് 45 മാറ്റി. കാരണം സ്പെയർ ടയറിന് എപ്പോഴും കാറ്റ് കൂടുതലടിച്ചാലേ നമുക്ക് എപ്പോഴെങ്കിലും യൂസ് വരുമ്പോൾ അത് കറക്റ്റ് എയറിലുണ്ടാകത്തുള്ളൂ. അതായത് ബാക്കിലിരിക്കും തോറും അത് കാറ്റ് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കും. സോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പ്രഷർ ഉണ്ടാകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടയർ ഇപ്പോഴും ബാക്കിലത്തെ സ്പെയർ ടയർ എപ്പോഴും കൂടുതൽ കാറ്റടിക്കുന്നത്. സോ നമ്മുടെ ടയറൊക്കെ ചേഞ്ച് ചെയ്തു, വീണ്ടും അത് സെറ്റ് ചെയ്യുന്നു. അതിൽ ചെറിയൊരു പ്ലഗ് പോലെ ഉണ്ടാക്കി ഫിറ്റ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യണം. അലൈൻമെൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായി ടയറൊക്കെ ഇട്ട് ഓക്കെ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ പ്രഷർ എപ്പോഴും ചെക്ക് ചെയ്യുക. എപ്പോഴും ഒരു 1 മന്ത്, ഒരു 30-40 ഡേയ്സ് കൂടുമ്പോൾ എപ്പോഴും ഒപ്റ്റിമൽ പ്രഷറിൽ തന്നെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ വണ്ടിയുടെയും ഡ്രൈവർ സൈഡിൻ്റെ ഡോറിൻ്റെ സൈഡിലായിട്ട് എത്ര പ്രഷറാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുണ്ടാവും. അത് ചെക്ക് ചെയ്യണേ. നമ്മുടെ വണ്ടിയുടെ അലൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഏകദേശം 9,000 അടുപ്പിച്ചായി ടയർ ചേഞ്ചും അലൈൻമെൻറ്റും എല്ലാം കൂടി. ഇവിടെ നിങ്ങൾക്ക് ടയർ ചേഞ്ച് ചെയ്യാനോ അതോ 4 ടയേഴ്സും ചേഞ്ച് ചെയ്യാനോ അലൈൻമെൻറ്റ്, ബാലൻസിങ്, എയർ പ്രഷറിങ് ഒക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു ഷോപ്പാണ് ഗ്ലോബൽ ടയേഴ്സ്. ഇത് ഈ ഷോപ്പ് വരുന്ന മരട് റോയൽ ഡ്രൈവിന് തൊട്ടടുത്തായിട്ടാണ്. നമ്മുടെ വണ്ടി റെഡിയായി. ഇനി പേയ്മെൻറ്റ്സ് ഒക്കെ ചെയ്തു. നമുക്ക് ഒരു ടയറായിട്ട് മാറ്റുന്നതിൽ അത് നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ നവ്യയിൽ പോയി നല്ല അടിപൊളി കടികളും സ്നാക്സും ഒക്കെയാണ് അവിടുത്തെ. സോ അത് കുറച്ച് വാങ്ങിച്ചു. സോ നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി എന്നാൽ, ബായ്.